നമസ്കാരം, എൻ്റെ പേര് ഷൈജു. എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കുറേ നാളുകളായിട്ട് കാത്തിരുന്നു കൊണ്ടിരുന്ന നമ്മുടെ 2025 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ അപ്ലൈ ചെയ്യാനുള്ള അവസരം. സോ ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. അതായത് പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള എല്ലാ യോഗ്യതകളും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്. കാരണം ഒരവസരവും പിന്നീട് നമുക്ക് തിരിച്ചു വരുത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന 4 വിദ്യാഭ്യാസ യോഗ്യതകൾ ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 വിദ്യാഭ്യാസ യോഗ്യതകളും പിന്നെ അതേപോലെ ഏജ്, ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2025 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യണം. സോ ഇത് അവസാന ലാപ്പിലേക്ക് നടന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും നിങ്ങൾ കാത്തിരിക്കരുത്, എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓരോ സോണിലെ വേക്കൻസിയും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏത് സോൺ തിരഞ്ഞെടുക്കണം എന്നുൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പല ക്ലാസ്സുകളിലായിട്ടും അതേപോലെ പല വെബിനാർ സെഷനുകളിലും നമ്മൾ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചതാണ്. അപ്പോൾ ഒരു വലിയൊരു സാധ്യതയാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. കാരണം 10,000-ഓളം ഒഴിവുകൾ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഡി കഴിഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു മാസീവായിട്ട് നടക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പരീക്ഷ. സാധാരണ ഒരു 10ാം ക്ലാസ്സും ITM യോഗ്യതയുള്ള ഒരു സാധാരണക്കാരന് പോലും എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷ മാത്രമല്ല. നമുക്ക് കുറേ നാളുകളായിട്ട് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് വലിയൊരാഗ്രഹമാണ് ട്രെയിൻ ഓടിക്കണം എന്നൊക്കെയുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്ന വലിയൊരു പോസ്റ്റ് കൂടിയാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പരീക്ഷ. മാത്രമല്ല നിങ്ങൾക്ക് നല്ലൊരു ശമ്പളം, സാലറി കിട്ടാവുന്ന നല്ലൊരു തസ്തിക കൂടിയാണ്. അതിന്റെ ബേസിക് ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നെറ്റ് സാലറിയുടെ റേഞ്ച് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പരമാവധി സാധ്യത നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ 10,000-ഓളം വേക്കൻസികളാണ് ഇത്തവണ നമ്മുടെ 2025 പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 10,000-ഓളം വേക്കൻസികളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടിയത്. സോ അത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുവാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ നടക്കുന്ന റെയിൽവേ റിക്രൂട്ട്മെന്റിന്റെ കീഴിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു 2ാമത്തെ മത്സര പരീക്ഷയാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പരീക്ഷ. നമുക്കറിയാം ഏറ്റവും വലിയ പരീക്ഷ എന്ന് പറഞ്ഞാൽ അത് ഗ്രൂപ്പ് ഡി പരീക്ഷയാണ്. അത് കോടിക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ മാറ്റുരയ്ക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വലിയൊരു പരീക്ഷയാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പരീക്ഷ. സോ ഒരുപാട് പേരുടെ ഒരു ഡ്രീം ജോബാണ്. അപ്പൊ 2025-2026 നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാനുള്ള ഏറ്റവും വലിയൊരു സുവർണ അവസരമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ 5 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷയുടെ പ്രിപ്പറേഷൻ പൂർത്തിയാവുന്നത്. അതിൽ ഒന്നാമത്തെ CBT 1 ആണ്. അത് കഴിയുമ്പോൾ CBT 2ന്റെ പരീക്ഷ വരുന്നു. അതും കഴിഞ്ഞു കഴിയുമ്പോൾ CBAT എന്ന് പറയുന്നൊരു പരീക്ഷ വരുന്നു. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു പരീക്ഷയുണ്ട്. അത് സൈക്കോമെട്രിക് ടെസ്റ്റ് ആണ്. അതിനുശേഷമാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഏറ്റവും അവസാനം മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞ് 5 ഘട്ടങ്ങളിലായിട്ട് പൂർത്തിയാകുന്ന വലിയൊരു മത്സര പരീക്ഷയുടെ അവസാനം നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയി എന്ന് പറയുന്ന ഒരു അഡ്വൈസ് കൂടി കയ്യിലെത്തുമ്പോൾ ആ ഒരു രംഗം അവിടെ അവസാനിക്കുവാണ്. നമ്മുടെ വലിയൊരു സ്വപ്നം അവിടെ സാക്ഷാത്കരിക്കുവാണ്. ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. സോ ബാക്കി കാര്യങ്ങളെല്ലാം, അതായത് നമുക്ക് പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് CBT 1 എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്, CBT 2ന്റെ പ്രത്യേകത എന്താണ്, CBATന്റെ പ്രത്യേകത എന്താണ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്താണ്, മെഡിക്കൽ എങ്ങനെയാണ് എന്നുൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്കവിടെ മറ്റ് 2-3 വെബിനാറുകൾ എടുത്തിട്ട് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇവിടെ നമ്മളത് ആവർത്തിക്കുന്നില്ല. സോ ഒരു ആവർത്തനമായി പോവും. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ക്ലാസ്സുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ റീസണിങ് പോർഷനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. 2-3 ചോദ്യങ്ങൾ, പല ഷിഫ്റ്റിലൊക്കെ 2-3 ചോദ്യങ്ങൾ ചോദിച്ച ഷിഫ്റ്റുകളുണ്ട്. ചില പരീക്ഷയ്ക്ക് 4 ചോദ്യങ്ങൾ വരെ പോയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്ന ഭാഗം. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. സോ ഒന്ന് നിങ്ങൾ ഒരു 10-100 ചോദ്യങ്ങൾ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിക്കാൻ പറ്റുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്ന ഭാഗം. ഇതിനകത്തുനിന്ന് മുൻ വർഷങ്ങളിലെ നടത്തി മാറിയ നമ്മുടെ റെയിൽവേയുടെ പരീക്ഷകൾ, അതായത്
NTPC ആണെങ്കിലും അതേപോലെ ഗ്രൂപ്പ് ഡി ആണെങ്കിലും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണെങ്കിലും പാരാമെഡിക്കൽ ആണെങ്കിലും ഇതിനകത്തു നിന്നൊക്കെ ചോദിച്ചു പോയ ചോദ്യങ്ങൾ വൃത്തിയായിട്ട് എടുത്തു വെച്ച് പഠിച്ചുകൊണ്ട് ഒരു 100 ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്ന ഭാഗം വളരെ ഭംഗിയായിട്ട് പൂർത്തിയാവും. സോ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഞാനിവിടെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി കാണിക്കാം. ഒന്നാമത്തെ ചോദ്യം ബോർഡിൽ വന്നിട്ടുണ്ട്, നോക്കുക. ചോദ്യം ഇങ്ങനെയായിരിക്കും പറയുന്നത്. ഒരു പ്രസ്താവന നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും, അതേപോലെ നിഗമനങ്ങൾ കാണുവാൻ സാധിക്കും. സോ നിങ്ങൾ പ്രസ്താവന നന്നായിട്ട് വായിച്ചു നോക്കുക, നിഗമനങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. സോ പ്രസ്താവനകൾ വയലേറ്റ് ചെയ്തു പോകാത്ത രീതിയിൽ ഈ പറഞ്ഞ നിഗമനങ്ങളിലെ ഏതാണ് ശരിയായത് എന്നുള്ളതാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ പ്രസ്താവന നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കണം. നിഗമനം വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുമെങ്കിലും ഒരു കാരണവശാലും സ്റ്റേറ്റ്മെന്റ് വയലേറ്റ് ചെയ്തു പോകാത്ത രീതിയിൽ നിഗമനങ്ങൾ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുക. ചോദ്യം: മണി അമ്മയോട് പറഞ്ഞു സൂപ്പ് രുചികരമാണെന്നാണ് പറയുന്നത്. അപ്പൊ സൂപ്പ് നല്ലതാണെന്നാണ് അതിന്റെ അർത്ഥം. ഇനി നിഗമനങ്ങൾ കിടക്കുന്നത് സൂപ്പ് ഉണ്ടാക്കിയത് മണിയുടെ അമ്മയാണ് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ നിഗമനം മണിക്ക് സൂപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മണി അവന്റെ അമ്മയോട് പറയുന്നു സൂപ്പ് രുചികരമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മണിയുടെ അമ്മയാണ് സൂപ്പ് ഉണ്ടാക്കിയത് എന്നാണോ അതിന്റെ അർത്ഥം? നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ചിലപ്പം കടയിൽ നിന്ന് വാങ്ങിച്ചതായിരിക്കത്തില്ലേ, അല്ലെങ്കിൽ മറ്റെവിടുന്നെങ്കിലും കിട്ടിയതായിരിക്കത്തില്ലേ. അപ്പൊ അതുകൊണ്ട് മണിയുടെ അമ്മയാണ് സൂപ്പ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു നിഗമനം നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കണ്ടോ, അതങ്ങ് വെട്ടിക്കളയണം. സിമ്പിൾ അല്ലേ? ഇനി രണ്ടാമത്തത്, മണിക്ക് സൂപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എടാ, മണി പറയുന്നുണ്ട് സൂപ്പ് രുചികരമാണെന്ന് പറയുന്നുണ്ട്. രുചികരമാണ് എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ രുചികരമാണെന്ന് പറയുന്നത്? അല്ലാതെ ഇഷ്ടപ്പെടാതെ രുചി ഉണ്ടെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. അപ്പോൾ മണിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവൻ പറയുന്നത് നല്ലതാണ്, രുചികരമാണെന്ന് പറയുന്നത്. അപ്പോൾ മണിക്ക് ആ സൂപ്പ് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യതയാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ നിഗമനം തെറ്റാണ്, രണ്ടാമത്തത് ശരിയാണ്. നിഗമനം 2 മാത്രം ഫോളോ ചെയ്യുന്നു, നിഗമനം 2 മാത്രം പിന്തുടരുന്നു. ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ എന്ന് എഴുതി അവസാനിപ്പിക്കുക, അതായിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്തു മാറേണ്ടത്. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള നല്ല ഒരു ചോദ്യമാണ് ക്ലാസ്സിലെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയത്. ഈ ക്ലാസ്സിൽ പറയുന്ന ഓരോ ചോദ്യങ്ങളും റെയിൽവേയുടെ പല പരീക്ഷകളിൽ ചോദിച്ചു പോയ ചോദ്യങ്ങൾ ക്ലാസ്സിൽ എടുത്തു വെച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടുത്തുവാണ്. സോ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 10 ചോദ്യങ്ങൾ കഴിയുമ്പോൾ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള കൃത്യമായ ഒരു ഐഡിയ കിട്ടും. സോ ഈ ഒരു ഐഡിയ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു 100 ചോദ്യങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് എക്സ്പേർട്ട് ആവും. നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം വായിച്ചു നോക്കിയടാ. പെട്ടിയിലെ ആഭരണങ്ങളുണ്ട്. എന്തോ ഉണ്ട്? പെട്ടിയിലെ ആഭരണങ്ങളുണ്ട്. പെട്ടിയിൽ സ്വർണമുണ്ട് എന്നും പറയുന്നുണ്ട്. ഒന്ന്, പെട്ടിയിലെ ആഭരണങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ പെട്ടിയിലെ സ്വർണമുണ്ട് എന്നും പറയുന്നുണ്ട്. ഇനി വായിക്കുക. പെട്ടിയിലെ ഒരു ഡയമണ്ട് നെക്ലസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പെട്ടിയിലെ ഡയമണ്ട് നെക്ലസ് ഉണ്ട്. പെട്ടിയിലെ ഒരു മോതിരം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പെട്ടിയിലെ ഡയമണ്ട് നെക്ലസ് ഉണ്ട് എന്ന് പറഞ്ഞാല് അത് ഉണ്ടോ എന്ന് ചോദിച്ചാല് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇല്ലയോ എന്ന് ചോദിച്ചാല് ഇല്ല എന്ന് തീർത്തു പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? ആഭരണങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഡയമണ്ട് നെക്ലസ് അതിനകത്ത് ഉണ്ടാകാം, നിർബന്ധമില്ല, ഉണ്ടാകാം. മോതിരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ടാകാം. കാരണം സ്വർണ്ണം ഉണ്ട് അല്ലെങ്കിൽ ആഭരണം ഉണ്ടെന്ന് പറയുമ്പോൾ മോതിരം വേണമെങ്കിൽ അതിനകത്ത് ഉണ്ടാകാം. അതായത് ഈ പറയുന്ന നിഗമനം വേണമെങ്കിൽ നടക്കാം, എന്നാൽ പറ്റില്ല, പിന്തുടരാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയാൻ സാധിക്കത്തില്ല, അതേപോലെ ശരിയാണെന്ന് പറയാനും സാധിക്കത്തില്ല. അതുകൊണ്ട്
പ്രോബബിളി കറക്റ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും. അതായത് ഒരുപക്ഷെ ശരിയോ തെറ്റോ എന്നുള്ളതാണ് ആൻസർ. ശരിയാകാം അല്ലെങ്കിൽ തെറ്റാകാം. അതായത് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിച്ചില്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസ്താവന വായിക്കുന്ന സമയത്ത് ആ പ്രസ്താവന വായിച്ചെടുത്തിട്ട് അതിന്റെ നിഗമനം വായിക്കുമ്പോൾ ആ നിഗമനം നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുന്ന സമയത്ത് ഒരിക്കലും പ്രസ്താവന വയലേറ്റ് ചെയ്തു പോകാൻ പാടില്ല. അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വയലേറ്റ് ചെയ്തു പോകാത്ത രീതിയിൽ പല രീതിയിൽ നിങ്ങൾ നിഗമനത്തിലേക്ക് എത്താവുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്ത് അവസാനിപ്പിക്കേണ്ടത്. ഓപ്ഷൻ ബി ആയിരുന്നു. ഒരുപക്ഷെ ശരിയാകാം അല്ലെങ്കിൽ തെറ്റാകാം. ശരിയാണെന്ന് പറയാനും പറ്റത്തില്ല, എന്നാൽ തെറ്റാണെന്ന് തീർത്തു പറയാനും പറ്റത്തില്ല. അത്തരത്തിലൊരു ചോദ്യമാണ് നിങ്ങൾക്ക് അവിടെ ബോർഡിൽ കാണാൻ സാധിച്ചത്. സോ എല്ലാവർക്കും ആൻസർ കിട്ടിയല്ലോ. സോ കൃത്യം കാര്യം മനസ്സിലായല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ദാ പിടിച്ചോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്തായിരുന്നടാ? മിന്നുന്നതെല്ലാം പൊന്നല്ല, അല്ലെങ്കിൽ പൊന്നായിരിക്കണമെന്നില്ല. ഓക്കെ, എടാ മിന്നുന്നതെല്ലാം പൊന്നല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? നമ്മൾ കാണുന്നതെല്ലാം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, പിന്നെന്താണ്? മിന്നുന്നതെല്ലാം പൊന്നല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു പഴഞ്ചൊല്ലാണ് അല്ലേ? അതിന് പിറകിലെ കുറച്ച് അർത്ഥങ്ങളൊക്കെ ഉണ്ട്. എന്തുവാണ് അതിന്റെ അർത്ഥങ്ങൾ? അതൊക്കെ നമുക്ക് ഒരു കോമൺ സെൻസിൽ ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾ നിഗമനം വായിക്കുക. പുറമേ നിന്ന് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങള് അകമേ നല്ലതായിരിക്കണമെന്നില്ല. ശരിയല്ലേ? മിന്നുന്നതെല്ലാം പൊന്നല്ലെന്ന് പറഞ്ഞാല് അതായത് പുറമേ മിന്നുന്നതെന്നും അകത്ത് നല്ലതായിരിക്കണമെന്നില്ല. ഒരു പരിധി വരെ ആ പറഞ്ഞ ആ ഒരു നിഗമനം കറക്റ്റ് പഴഞ്ചൊല്ലിന്റെ അർത്ഥമായിട്ട് തന്നെ വരുന്നില്ലേ? വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ നിഗമനം വളരെ വളരെ ശരിയാണ്. അതായത് പുറമേ നിന്ന് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ അകത്ത് നോക്കുമ്പോൾ നല്ലതായിരിക്കണം എന്നില്ല. അപ്പൊ അത് ശരിയല്ലേ? ആണ്. ഇനി അടുത്തത്, ഏതൊരു വസ്തുവിന്റെയോ അല്ലെങ്കിൽ വ്യക്തിയുടെയോ കൃത്രിമമായ പെരുമാറ്റത്തിനു പിന്നിലെ യഥാർത്ഥ സത്യം നമുക്ക് ഊഹിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ചില ആൾക്കാരുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അതായത് നമ്മളോട് നല്ലത് പറയും, എന്നാൽ മനസ്സിൽ മൊത്തം ദുഷിപ്പായിരിക്കും ആൾക്കാർക്ക്. നമ്മൾ നന്നാവുന്നതൊന്നും ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ നമ്മളെ കാണുമ്പോഴത്തേക്ക് എടാ നിനക്ക് സർക്കാർ ജോലി കിട്ടിയോ എന്നൊക്കെ പറയും. എന്നാ ഓ എനിക്ക് ഭയങ്കര സന്തോഷമായി നിനക്ക് സർക്കാർ ജോലി കിട്ടിയെന്നൊക്കെ പറയും. പക്ഷേ അവന്റെ മനസ്സിലൊക്കെ എന്തുമായിരിക്കും? അയ്യോ ഇവൻ രക്ഷപ്പെട്ടു പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ ഒരു ദുഷിച്ച ചിന്താഗതി ഉള്ള ആൾക്കാരായിരിക്കും നമ്മുടെ മുമ്പിൽ ഉള്ളത്, അതെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതായത് പുറമേ മറ്റൊരു അഭിപ്രായം പറയുകയും ചെയ്യും, അങ്ങനെ പുറമേ മറ്റൊരു അഭിപ്രായം കാണിക്കുകയും ഉള്ളിൽ ഒരു ദുഷിപ്പ് ചിന്താഗതിയുമായിട്ട് നടക്കുന്ന ആൾക്കാരെയാണ് അവർ കൃത്രിമമായിട്ടാണ് അങ്ങനെ ഒരു ഇത് കാണിക്കുന്നത്, അല്ലേ? അതായത് കൃത്രിമമായ അവരുടെ പെരുമാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ സത്യം പലപ്പോഴും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോ അതും ശരിയല്ലേ? കറക്റ്റ് ആണ്. അതും ഒരു പരിധി വരെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന ആ ഒരു പഴഞ്ചൊല്ലിനോട് ഏറെക്കുറെ സാമ്യമുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു നിഗമനമാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒന്നാമത്തെ നിഗമനവും രണ്ടാമത്തെ നിഗമനവും ശരിയാണ് എന്ന് പറഞ്ഞാല് വളരെയധികം ശരിയാണ്. അതായത് നിഗമനം 1ഉം നിഗമനം 2ഉം പിന്തുടരുന്നു. നിഗമനം 1ഉം 2ഉം പിന്തുടരുന്നു. അതായത് ഓപ്ഷൻ ഡി ആയിരുന്നു. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ദാ പിടിച്ചോ മൂന്നാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം ഡി ഓപ്ഷൻ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യത. അങ്ങനെ ആദ്യത്തെ 3 ചോദ്യങ്ങൾ ഭംഗിയായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. ദാ പിടിച്ചു നാലാമത്തെ ചോദ്യം. നൈന സുനിതയെ കാണുകയും അവളുടെ സൗന്ദര്യത്തെ അഭിനന്ദിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. നൈന ആരെ കണ്ടു? നൈന സുനിതയെ കണ്ടു. കണ്ടോ? സുനിതയെ കണ്ടു. എന്നിട്ട് അവളുടെ സൗന്ദര്യത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. അപ്പോ ഇവള്, അതായത് ഈ പെൺകുട്ടി, അതായത് സുനിത എന്ന് പറയുന്ന പെൺകുട്ടി സൗന്ദര്യം ഉണ്ടല്ലേ, അവളുടെ സൗന്ദര്യത്തെ അഭിനന്ദിച്ചു. ആരാ? നൈന അഭിനന്ദിച്ചു. എടി നിന്നെ കാണാൻ സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞു. അതാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ സുനിത നൈനയേക്കാൾ സുന്ദരിയാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ നിർബന്ധം ഉണ്ടോ? ഇല്ല. അതായത് നൈനയ്ക്ക് സുനിത ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ള അർത്ഥം. എന്നും പറഞ്ഞുകൊണ്ട് നൈന സുനിതയേക്കാൾ സുന്ദരിയാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല.
അല്ലെങ്കിൽ സുനിത നൈനയേക്കാൾ സുന്ദരിയാണ് എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഒന്നാമത്തെ നിഗമനം തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. രണ്ടാമത്തെ നിഗമനം വായിക്കാം. സുനിതയുടെ വസ്ത്രധാരണ രീതിയില് നൈന മതിപ്പുള്ളവളാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആരുടെ? സുനിതയുടെ വസ്ത്രധാരണ രീതി. സുനിത കാണാൻ കൊള്ളാം, അല്ലെങ്കിൽ സുനിതയ്ക്ക് സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവളുടെ വസ്ത്രധാരണ രീതിയൊക്കെ ഭയങ്കര സംഭവമാണെന്ന് പറയാൻ പറ്റുമോ? ഒരാളുടെ സൗന്ദര്യം ഇരിക്കുന്നത് അയാളുടെ വസ്ത്രധാരണത്തിലാണോ? അല്ല. അല്ലെങ്കിൽ ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ബാഹ്യമായി കാണുന്ന അതിലാണോ? അല്ല. അപ്പൊ അതുകൊണ്ട് സുനിതയുടെ വസ്ത്രധാരണ രീതിയിലെ നൈന മതിപ്പുള്ളവളാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പറയണം, നൈന പറയണം, എടി മോളെ സുനിതേ, നിന്റെ വസ്ത്രം കാണാൻ കൊള്ളാം എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു സുനിതയുടെ വസ്ത്രത്തിലെ നൈന എന്തായിട്ടുണ്ട്, അവൾ കുറച്ചുകൂടെ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാമായിരുന്നു. അതുകൊണ്ട് രണ്ട് നിഗമനങ്ങളും പിന്തുടരുന്നില്ല. നിഗമനം 1ഉം 2ഉം പിന്തുടരുന്നില്ല. ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിലെ നാലാമതായിട്ട് ഞാൻ വെച്ചത്. സോ ആദ്യത്തെ 4 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നു. ദാ പിടിച്ചു, ചോദ്യം പിടിച്ചു. മനുഷ്യ സ്വഭാവത്തെ അനുകരിക്കുന്നത് കൊണ്ട് കുരങ്ങനാണ് എല്ലാ മൃഗങ്ങളിലും വെച്ച് ഏറ്റവും തമാശക്കാരൻ എന്ന് ഇസഡ് എയോട് പറയുന്നു. ആര് പറഞ്ഞു? ഇസഡ് എന്ന് പറയുന്ന വ്യക്തി ആരോട് പറഞ്ഞു? എയോട് പറഞ്ഞു. എന്തോ പറഞ്ഞു? എടാ, മനുഷ്യ സ്വഭാവത്തെ അംഗീകരിക്കുന്നത് കൊണ്ട് കുരങ്ങനാണ് എല്ലാ മൃഗങ്ങളിലും വെച്ച് ഏറ്റവും തമാശക്കാരൻ എന്ന് ഇസഡ് എയോട് പറഞ്ഞു. അത് ഇസഡിന്റെ മാത്രം അഭിപ്രായമാണ്. നമ്മൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാകണം നിർബന്ധമില്ല. ഇസഡ് എയോട് പറഞ്ഞ കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ നിഗമനം, കുരങ്ങന്റെ പെരുമാറ്റത്തിലെ ഇസഡ് അത്ഭുതപ്പെടുന്നു. നമ്മളൊരു സാധനം, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾക്കതിലൊരു ആശ്ചര്യമുള്ളത് കൊണ്ടായിരിക്കും എടുത്തു പറയുന്നത്. ഇപ്പോൾ നമ്മുടെ വീടിനടുത്തൊരു പട്ടിക്കുട്ടിയുണ്ട്. അത് 2 കാലിൽ നടക്കുമെന്ന് പറയുമ്പോൾ അത് കൊള്ളാമല്ലോ. ഒരു സാധനത്തെ നമ്മൾ ഫോക്കസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾക്കതിലെ ആശ്ചര്യപ്പെട്ടത് കൊണ്ടല്ലേ നമ്മൾ എടുത്തു പറഞ്ഞത്. അപ്പൊ ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ നമ്മൾ ആശ്ചര്യപ്പെട്ടത് കൊണ്ടാണല്ലോ നമ്മൾ അത് എടുത്തു പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കുരങ്ങന്റെ പെരുമാറ്റത്തിലെ ഇസഡ് അത്ഭുതപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അത്ഭുതപ്പെടുന്നു പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇസഡ് എന്ന് പറയുന്നവൻ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇസഡിന് അങ്ങനെ ഒരു അത്ഭുതപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു നിഗമനത്തിനെ നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. രണ്ടാമത്തത്, എക്ക് കുരങ്ങന്മാരെ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. ഇവിടെ എടാ, ഇസഡ് എന്ന് പറയുന്ന വ്യക്തി എയോട് പറയുന്നു മനുഷ്യ സ്വഭാവം അനുകരിക്കുന്നത് കൊണ്ട് ഈ കുരങ്ങന്മാരൊക്കെ എന്തോ ഭയങ്കര സംഭവമാണെന്ന് പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് എക്ക് കുരങ്ങന്മാരെ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധം ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എക്ക് കുരങ്ങന്മാരെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിഗമനം 1 മാത്രം പിന്തുടരുന്നു. നിഗമനം 1 മാത്രം പിന്തുടരുന്നു. നിഗമനം 1 മാത്രം പിന്തുടരുന്നു എന്ന് പറഞ്ഞ ഓപ്ഷൻ സി അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ സി എന്നുള്ള ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? ബബിൾ ചെയ്യണം. സോ ഇതായിരുന്നു 5ാമത്തെ ക്വസ്റ്റ്യൻ. ഭംഗിയായിട്ട് മനസ്സിലായില്ലേ? അടിപൊളിയാണ്, നല്ല അടിപൊളി ചാപ്റ്റർ ആണ്. ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പിടിച്ചു. എന്താടെ? ഒരു പുതിയ പഠനത്തില് ആഴ്ചയിൽ 5 ദിവസം വ്യായാമം ചെയ്യുന്ന ആളുകൾക്ക് ജീവിതശൈലി രോഗങ്ങൾ കുറവായി കാണപ്പെടുന്നു എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എടാ, ആഴ്ചയിലെ മൊത്തം 7 ദിവസമല്ലേ ഉള്ളത്. ആഴ്ചയിലെ 5 ദിവസം വ്യായാമം ചെയ്യുന്ന ആളുകൾക്ക് ജീവിതശൈലി രോഗങ്ങൾ, ഷുഗർ, അതുപോലെ തന്നെ പ്രഷർ, അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുണ്ടല്ലോ, ജീവിതശൈലി രോഗങ്ങൾ, അത് കുറവായിട്ട് കാണപ്പെടുന്നു എന്ന് ഒരു നിരീക്ഷണം വന്നിട്ടുണ്ട് എന്നാണ് എന്തു പറയുന്നത്? ഒരു നിഗമനം പറയുന്നത്. ഇനി ആ നിഗമനം നമ്മൾ വായിച്ചു നോക്കി.
ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയതിന് ശേഷം അതിലേക്ക് വന്ന നിഗമനങ്ങൾ ഓരോന്നായിട്ട് വായിക്കാം. ഒന്നാമത്തെ നിഗമനം, ആരോഗ്യകരമായ ജീവിതത്തിന് ശാരീരിക ക്ഷമത പ്രധാനമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എടാ അങ്ങനെ ആഴ്ചയിലെ 5 ദിവസം വ്യായാമം എടുത്തവർക്കാണല്ലോ ജീവിതശൈലി രോഗങ്ങള് കുറവായി വന്നത്, അതുകൊണ്ടല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഈ പറയുന്ന നിഗമനം ഒന്നാമത്തത്, അതായത് ആരോഗ്യകരമായ ജീവിതത്തിന്, ആരോഗ്യമുള്ള ജീവിതത്തിന് ശാരീരിക ക്ഷമത പ്രധാനമാണെന്ന് പറഞ്ഞാല് അത് ശരിയാണ്. സോ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ശാരീരിക ക്ഷമത കൂടുതലായിരിക്കത്തില്ലേ? അതായത് നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യാൻ നമ്മളോട് ഒരാൾ പറയുമോ, നമുക്ക് പനിയാണെങ്കിൽ നമ്മൾ ചെയ്യും, പക്ഷെ അതിനൊരു ഔട്ട്പുട്ട് ഉണ്ടാവുമോ? നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ശാരീരിക ക്ഷമത നല്ലതാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിലെ ഔട്ട്പുട്ട് നല്ലതായിരിക്കും. അത്രമാത്രം ആലോചിച്ചാൽ മതി, സിമ്പിൾ, അത്രേ ഉള്ളൂ. അപ്പോൾ ആരോഗ്യകരമായ ജീവിതത്തിന് ശാരീരിക ക്ഷമത ആവശ്യമാണെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. രണ്ടാമത്തത്, ആഴ്ചയിലെ 6 ദിവസം വ്യായാമം ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നാണ് പറയുന്നത്. അങ്ങനൊരു നിരീക്ഷണം കണ്ടെത്തിയിട്ടില്ല. ആകെ ഒരേ ഒരു നിരീക്ഷണം മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നത്. 5 ദിവസം നമ്മൾ ഈ വ്യായാമം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ കുറയുന്നു, നമ്മളുടെ ശാരീരിക ക്ഷമത കൂടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ ആഴ്ചയിലെ 6 ദിവസം വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ അവിടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ഒരിക്കലും ഒരു നിരീക്ഷണം കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്കതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒന്നാമത്തെ നിഗമനം നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നിഗമനം 1 മാത്രം പിന്തുടരുന്നു. ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ. നിഗമനം 1 മാത്രം പിന്തുടരുന്നു എന്നുള്ള ഓപ്ഷൻ സി നിങ്ങൾക്ക് ആൻസർ ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. കൃത്യമായിട്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുവാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളിപ്പോ ഈ മുൻവർഷ ചോദ്യങ്ങൾ നമുക്കൊരു ബണ്ടിൽ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 500 പ്രീവിയസ് ചോദ്യങ്ങൾ വേണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. മാർക്കറ്റിൽ ഒരുപാട് ബുക്കുകൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സിനകത്ത് നമുക്ക് പരമാവധി ചോദ്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഇത് നിങ്ങൾ സമയബന്ധിതമായിട്ട് ചെയ്തു പഠിക്കാനുള്ള മനസ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാപ്തപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്, പിന്നെ ഒന്നും പേടിക്കാനില്ല. സോ 6ാമത്തെ ക്വസ്റ്റ്യൻ ധാരണ വന്നിട്ടുണ്ട് ബോർഡില്. മൃണാളിന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാനും മൃണാലും മൃഗശാലയിൽ ചെലവഴിച്ച സമയം അതിശയകരമായിരുന്നു എന്നാണ് പറയുന്നത്. ആര് പറഞ്ഞു? മൃണാളിന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാനും മൃണാലും മൃഗശാലയിൽ സൂവില് ചെലവഴിച്ച സമയം അടിപൊളിയായിരുന്നു, അതിശയകരമായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ മൃണാല് മൃഗശാലയിൽ പോയിട്ടുണ്ടല്ലോ, പോയത് കൊണ്ടാണല്ലോ അത് പറയുന്നത്. ഞങ്ങൾ പോയായിരുന്നു എന്ന് പറയുമ്പോൾ മൃണാല് പോയി എന്നാണ് അർത്ഥം. അവന്റെ സുഹൃത്ത് ഒരു ജന്തു ശാസ്ത്രജ്ഞനാണ്. അതെങ്ങനെ ശരിയാവുന്നത്? അവന്റെ സുഹൃത്ത്, അതായത് കൂടെ പോയവനുണ്ടല്ലോ, ഒരു ജന്തു ശാസ്ത്രജ്ഞനാണെന്ന് അവിടെ എവിടെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കാര്യം പറയുന്നില്ലടാ. അപ്പൊ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതായത് 1ാമത്തെ നിഗമനം പിന്തുടരാം. 2ാമത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതായത് മൃണാളിന്റെ സുഹൃത്ത് ഒരു ജന്തു ശാസ്ത്രജ്ഞനാണ് എന്ന് പറഞ്ഞാല് അത് എവിടെങ്കിലും സ്റ്റേറ്റ്മെന്റിനകത്ത് പറയുന്നുണ്ടോ? ഇല്ലല്ലോ, പിന്നെങ്ങനെ? നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് 1ാമത്തെ നിഗമനം മാത്രം പിന്തുടരുന്നു. നിഗമനം 1 മാത്രം പിന്തുടരുന്നു. ആരാ നോക്കിക്കേ, ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. ഓപ്ഷൻ ബി ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യണം? ബബിൾ ചെയ്ത് അവസാനിപ്പിക്കണം. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തി അവസാനിപ്പിച്ചത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് പതിയെ കാലെടുത്ത് വെക്കാവുന്നതാണ്. 7ാമത്തെ ചോദ്യം പിടിച്ചോ. വാഹനം ഓടിക്കുമ്പോൾ ഒരാള്
വളരെ ജാഗ്രതയുള്ളവനായിരിക്കണം എന്നാണ് പറയുന്നത് വാഹനം ഓടിക്കുമ്പോൾ. അപ്പോൾ നിഗമനങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. മടിയുള്ള ആളുകൾ വാഹനം ഓടിക്കാറില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേടാ, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? മടിയുള്ള ആൾക്കാർ വാഹനം ഓടിക്കാം, ഓടിക്കാതിരിക്കാം. നമുക്കത് സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരിക്കലും പറയുന്നില്ല, മടിയുള്ള ആൾക്കാരെ കുറിച്ചൊന്നും അതിനകത്ത് പറയുന്നില്ല. അതുകൊണ്ട് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ നിഗമനം ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തത്, ജാഗ്രതയുള്ളവരായിരിക്കുന്നതിലൂടെ നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അത് ശരിയാ. വാഹനം ഓടിക്കുമ്പോൾ ഒരാൾ വളരെ ജാഗ്രതയുള്ളവനായിരിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് തന്നെ അയാൾക്ക് ജാഗ്രതയുണ്ടെങ്കിൽ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും എന്നല്ലേടാ അതിന്റെ അർത്ഥം? ആണല്ലോ. അപ്പൊ തന്നെ നമുക്ക് പറയാം രണ്ടാമത്തെ നിഗമനം വളരെ വളരെ ശരിയാണ്. നിഗമനം 2 മാത്രം പിന്തുടരുന്നു, അതായത് 1 പിന്തുടരുന്നില്ല, 2 മാത്രം പിന്തുടരുന്നു. അതായത് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി എന്ന് പറയുന്ന ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? ബബിൾ ചെയ്യണം. അതായിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ദാ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. ചോദ്യം വായിച്ചു നോക്കിക്കേ. നമ്മൾ 10 ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അടിപൊളിയായിട്ട് ആ 10 ചോദ്യങ്ങൾ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുമോ. സോ ടോപ്പിക് നിങ്ങൾക്ക് വളരെ സെറ്റായിട്ട് മനസ്സിലാവും, വേറെ ഒന്നും പേടിക്കാനില്ല. എന്നാണ് നോക്കിക്കേ. പ്രസ്താവന: രാവിലെയാണ് തനിക്ക് നല്ല ആശയങ്ങൾ ലഭിക്കുന്നതെന്ന് മിസ്റ്റർ എക്സ് പറയുന്നു. എന്തോ പറഞ്ഞു? രാവിലെയാണ് എനിക്ക് നല്ല ആശയങ്ങൾ ലഭിക്കുന്നത് എന്ന് ആര് പറഞ്ഞു? എക്സ് പറഞ്ഞു. എക്സ് പറഞ്ഞു. ഇനി അവിടെ മക്കളെ നമ്മൾ നിഗമനങ്ങൾ ഓരോന്നായിട്ട് വായിക്കുക. മിസ്റ്റർ എക്സിന് രാവിലെ മാത്രമേ ആശയങ്ങൾ ലഭിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അത് തെറ്റല്ലേ? രാവിലെ നല്ല ആശയങ്ങൾ ലഭിക്കുമെന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം വൈകുന്നേരവും ഉച്ചയ്ക്കും ഒക്കെ ആശയങ്ങൾ വരും, പക്ഷെ നല്ല ആശയങ്ങൾ വരുന്നത് എപ്പോഴാ? രാവിലെയാണ്. അപ്പോൾ രാവിലെ മാത്രമേ ആശയങ്ങൾ ലഭിക്കൂ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. എപ്പോഴും ആശയങ്ങൾ വരും, പക്ഷേ നല്ല ആശയങ്ങൾ വരുന്നത് എപ്പോഴാ? രാവിലെയാ. രാവിലെയാ. രാവിലെയാണേ. അടുത്തത്, മിസ്റ്റർ എക്സിന് വൈകുന്നേരം ആശയങ്ങൾ ലഭിക്കാറില്ല. എന്ത് പറച്ചിലാണ്! വൈകുന്നേരവും രാവിലെ ഉച്ചയ്ക്കും എല്ലാം ആശയങ്ങൾ വരും, പക്ഷേ രാവിലെ മാത്രമേ നല്ല ആശയങ്ങൾ വരുത്തുള്ളൂ എന്നല്ലേ എക്സ് പറഞ്ഞത്. അപ്പോൾ വൈകുന്നേരം ആശയങ്ങൾ വരത്തില്ലെന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ? 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 ആണ്. അപ്പോൾ 2 നിഗമനങ്ങളും നമ്മൾ പിന്തുടരുന്നില്ല. 2ഉം പിന്തുടരുന്നില്ല. നിഗമനം 1ഉം 2ഉം പിന്തുടരുന്നില്ല. ഉത്തരം ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. കണ്ടോ, ഇത്രേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളായിട്ട് ചോദ്യങ്ങൾ നിങ്ങൾ പതുക്കെ വായിച്ചു നോക്കുക, നൈസായിട്ട് ആൻസറിലേക്ക് പോവുക. അടിപൊളി ചാപ്റ്റർ ആണ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്ന ഭാഗം. ഇതിന്റെ ബാക്കിയായിട്ട് വരുന്ന ഭാഗമാണ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആർഗ്യുമെന്റ്സ്, സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംഷൻസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്ത് ഓരോ ടോപ്പിക്കിനകത്തുനിന്ന് ഒരു മുൻ വർഷങ്ങളിൽ ചോദിച്ചു പോയ 100 ചോദ്യങ്ങൾ കൃത്യമായിട്ട് പരിചയപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അടിപൊളിയാണ് ഈ ചാപ്റ്റർ. സെറ്റാണ്, ഒന്നും പേടിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇതാ പിടിച്ചു, അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചു. അതാ നോക്കിക്കോണേ. ഒരു ചെറിയ കുട്ടി പറഞ്ഞു. എന്തോ പറഞ്ഞു? എല്ലാ മധുര പലഹാരങ്ങളിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലഡുവാണ് എന്ന് പറയുമ്പോഴേ ആലോചിച്ചോണം, അവൻ ഒരുപാട് മധുര പലഹാരങ്ങൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലഡുവാണെന്നാണ് പറയുന്നത്. സോ അവന് ലഡു ഇഷ്ടമാണ്, അവൻ കുറെ അധികം മധുര പലഹാരങ്ങൾ കഴിക്കാറുണ്ട്, അതിനകത്ത് ഏറ്റവും കൂടുതൽ അവന് ഇഷ്ടമുള്ളത് ലഡു ആണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. ലഡു ആണ് അവന് ഇഷ്ടം. ഇനി നിഗമനം 1ാമത്തത്, അവന് മറ്റ് മധുര പലഹാരങ്ങളൊന്നും ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലഡു ആണെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാല് ബാക്കിയുള്ളതൊന്നും ഇഷ്ടമല്ലെന്ന് പറയാൻ പറ്റുമോ? എടാ, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലഡുവാ എന്ന് പറഞ്ഞാൽ അവന് ബാക്കിയുള്ളതൊക്കെ ഇഷ്ടമാണ്, പക്ഷേ എന്നിരുന്നാലും അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലഡുവാണെന്നാണ് പറയുന്നത്. ബാക്കിയുള്ളതൊന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ നോ,
അംഗീകരിക്കാൻ പറ്റത്തില്ല. അവന് ലഭ്യമായ ഒരേ ഒരു മധുര പലഹാരം ലഡുവാണെന്ന് പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ ഇഷ്ടപ്പെടണമെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ബാക്കിയുള്ളതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിഞ്ഞെങ്കിലല്ലേ. ഇപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടം, ലഡുവാണോ ജിലേബിയാണോ? ഇപ്പം നിങ്ങൾ എന്നോട് പറയും സാറേ എനിക്ക് ജിലേബി ഇഷ്ടം എന്ന് പറയും. ഒരാൾ പറഞ്ഞു ആ ജിലേബിയാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുമ്പോൾ അവൻ ലഡു കഴിച്ചിട്ടുള്ളവനായതുകൊണ്ടല്ലേ അവന് പറയാൻ പറ്റുന്നത് അവന് ജിലേബിയാണ് ഇഷ്ടം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവൻ എന്തോ പറയും, സാറേ ഞാൻ ലഡു കഴിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല, പക്ഷേ ജിലേബി മാത്രമേ കഴിച്ചിട്ടുള്ളൂ, അത് ഓക്കെയാണ്, പക്ഷേ കമ്പയർ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല കാരണം ഞാൻ ലഡു കഴിച്ചിട്ടില്ല എന്ന് പറയണം. അപ്പൊ ഇവിടെ ഈ പറയുന്ന പ്രസ്താവനയില് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലഡുവാണെന്ന് പറയുമ്പോൾ തന്നെ അവൻ ഒരുവിധപ്പെട്ട എല്ലാ മധുരപലഹാരങ്ങളും കഴിച്ചിട്ടുണ്ടെന്നും അതിനകത്ത് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലഡുവാണെന്നും സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കത്തില്ലേ? പറ്റും. സോ അങ്ങനാണെങ്കിൽ അവന് ലഭ്യമായ ഒരേ ഒരു മധുരപലഹാരം ലഡുവാണെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. രണ്ട് നിഗമനങ്ങളും പിന്തുടരുന്നില്ല. ഓപ്ഷൻ ഡി ആണ്. ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയ അടിപൊളി ഒരു ചോദ്യമാണ് ക്ലാസ്സിൽ പറഞ്ഞത്. സോ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 10 ചോദ്യങ്ങൾ നിങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 100 അല്ലെങ്കിൽ 200 ചോദ്യങ്ങൾ ഭംഗിയായിട്ട് എടുത്തു വെച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഗ്രൂപ്പിനകത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട് അവിടെ കിട്ടുന്ന മെറ്റീരിയൽസ് എടുത്ത് പ്രിന്റ് ചെയ്ത് വൃത്തിയായിട്ട് പഠിച്ചാലും മതിയാകും. സോ അങ്ങനെയുള്ള സോഴ്സുകൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുകൂടി ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുവാണ്. സോ CBT 1ന്റെ പരീക്ഷയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കിട്ടുന്നത്. 4 തരത്തിലുള്ള ചോദ്യങ്ങൾ കാണും. 60 മിനിറ്റ് കൊണ്ട് 75 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അതിലെ മക്കളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് 20 മാർക്കിനല്ലേ, റീസണിങ് 25 മാർക്കില്ലേ? അപ്പൊ എത്രയായി? 20ഉം 25ഉം കൂടെ ആയപ്പോൾ 45 മാർക്ക് ആയില്ലേ? ആയി. ബാക്കിയുള്ള 20 മാർക്ക് സയൻസ് അല്ലേ? ആണ്. അപ്പോൾ 20ഉം 20ഉം 40ഉം 20ഉം 65 മാർക്ക് എവിടായി? മാത്സും സയൻസും അറിയാവുന്നവന് 65 മാർക്ക് അടിക്കാൻ സാധിക്കും. ബാക്കിയുള്ള 10 മാർക്ക് മാത്രമേ GK ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും അതിനകത്ത് വരുന്നുള്ളൂ. അതായത് CBT 1ന്റെ 75 മാർക്കിലെ 65 മാർക്ക് വരുന്നത് ഏതിനാണ്? മാത്സിനും സയൻസിനുമാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുവാൻ. ആദ്യം എന്ന് പറയുന്നത് CBT 1 ആണെന്ന് ഓർത്തിരിക്കണം എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് CBT 2ലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ 90 മിനിറ്റിന്റെ ഒരു പാർട്ട് A പരീക്ഷയും 60 മിനിറ്റിന്റെ ഒരു പാർട്ട് B പരീക്ഷയും കാണുവാൻ സാധിക്കും. അവിടെ CBT 2വിലാണ് നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. CBT 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. അതായത് അവർ നേരത്തെ പറയുന്നുണ്ട് ഒരു നിശ്ചിത ശതമാനം മാർക്ക് നിങ്ങൾ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണെങ്കിലും അതല്ല റിസർവ്ഡ് കാൻഡിഡേറ്റിൽപ്പെട്ട എന്താണെങ്കിലും നിങ്ങൾക്ക് പുതിയ പരീക്ഷ CBT 2വിലേക്ക് പോവാൻ സാധിക്കും. CBT 2 എന്ന് പറഞ്ഞാൽ 100 മാർക്കിന്റെ ഒരു പരീക്ഷയും 90 മിനിറ്റുമാണ് സമയം, 1.5 മണിക്കൂറാണ്. സോ അവിടെ മാത്സ് 25, റീസണിങ് 25, 25 എത്രയായി? 50. അതേപോലെ സയൻസ്, അതേപോലെ അതിൻ്റെ എഞ്ചിനീയറിംഗ് ഭാഗങ്ങളോട് ചേർന്നിട്ട് 40 ചോദ്യങ്ങൾ വരും. ഏകദേശം 90 ചോദ്യങ്ങൾ വരുന്നത് അവിടെയും മാത്സും സയൻസും ആണെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. അതിൻ്റെ പാർട്ട് B ഉണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ട്രേഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ
ആ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 75 ചോദ്യങ്ങൾ അവിടെ കാണാൻ സാധിക്കും. അവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ലെന്നൊക്കെയുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അതൊക്കെ അവിടെ നമ്മൾ നേരത്തെ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CBT 2 നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ അവിടെ 175 മാർക്കിന്റെ 2 പരീക്ഷകൾ എഴുതി അവസാനിക്കുന്നു, പാർട്ട് എയും പാർട്ട് ബിയും. അപ്പോൾ CBT 1 കഴിഞ്ഞു. CBT 1ന്റെ പരീക്ഷയിൽ നമുക്ക് അവിടെ 75 മാർക്കിന്റെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം നടക്കുന്നു. CBT 2 എന്ന് പറയുമ്പോൾ 175 മാർക്കിന്റെ മറ്റൊരു പരീക്ഷ. അതിനുശേഷമാണ് CBAT പോലെയുള്ള പരീക്ഷകൾ നടക്കുന്നത്. അപ്പോൾ ആദ്യഘട്ടം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ CBT 1 ആണ്. അങ്ങനെ CBT 1ന്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ലിമിറ്റഡ് സമയത്തിനുള്ളിൽ ഈ പറയുന്ന മാത്സ് സയൻസ് വിഷയങ്ങൾ സ്കോർ ചെയ്ത് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് CBT 1 ക്ലിയർ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ CBT 1 ക്ലിയർ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഒരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. തുടക്കക്കാർ മുതൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ മാത്സിൻ്റെയും സയൻസിൻ്റെയും അതേപോലെ റീസണിങ്ങിൻ്റെയും ക്ലാസ്സുകൾ വലിയ രീതിയിൽ നമ്മൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് CBT 1 ക്ലിയർ ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു വളരെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ CCയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും ഇപ്പോൾ മുതൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. സ്ഥിരമായിട്ട് നിങ്ങളെ ഒരു മെന്റർ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ വീക്ക് ഏരിയാസ് അവിടെ കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാവിധ ബാക്ക് സപ്പോർട്ടും ഉണ്ടാവും. സോ അതേപോലെ തന്നെ ഒരു OMR പരീക്ഷകൾ വീക്കെൻഡ്സിൽ ഉണ്ടാവും. എല്ലാ സാധ്യതകളും നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. ഈ പറഞ്ഞ സാധ്യതകളും എല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 2025 നടക്കുന്ന ഈ CBT 1 പരീക്ഷ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യുവാൻ സാധിക്കും. സോ അപ്പോൾ എല്ലാവർക്കും അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടി ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ തീപ്പൊരു ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഈ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും നല്ല ആത്മവിശ്വാസത്തോടെ പരീക്ഷ നേരിടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.